വെഞ്ഞാറമൂട് കീഴായിക്കുളത്ത് അല്പസമയം മുമ്പ് ഒരു പോലീസ് വാഹനം ഒരു ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ച് ആക്സിഡന്റ് ആയിട്ടുണ്ട്. ഇതാണ് ആ വാഹനം. ആലുവ സ്റ്റേഷനിലെ വാഹനം എന്നാണ് പറഞ്ഞത്. ആലുവ വിജിലൻസ് സ്റ്റേഷനിലെ വാഹനമാണ്. വീലെല്ലാം ജാമായി. വീലിന് ജാമായല്ലേ? നമ്പർ നമ്പർ വീലെല്ലാം ജാമായി. വണ്ടി ഇവിടെ നിൽക്കുന്നത്. അവര് പറഞ്ഞ വീല് ജാമായില്ലെങ്കിൽ അങ്ങ് മതിലൊക്കെ ഇടിച്ച് പൊളിച്ചങ്ങ് പോയെന്നാണ് പറഞ്ഞത്. ബൈക്ക് ഇതും അവിടെ കിടക്കുന്നുണ്ട്. ആക്സിലൊടിഞ്ഞു. ആക്സില് സ്റ്റിയറിംഗിന്റെ സ്പിൻഡില് ഒടിഞ്ഞിട്ടുണ്ട്. വണ്ടി യാത്രയ്ക്കുള്ള ഇടിയായിരുന്നു. ഇതെവിടുത്തെ വണ്ടി? ആലുവയിലെ? ആലുവ സ്റ്റേഷനിലായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു വണ്ടിയിൽ? 2 പേരാ. ഇവിടെ വെച്ചാണ് വണ്ടി ഇടിച്ചിട്ടുള്ളത്. ഫുള്ള് റോങ് സൈഡ് കയറി അങ്ങനെ വണ്ടി ഇടിച്ചിട്ടുള്ളത്. ഇതാണ് ബൈക്ക്. കാലിന് പൊട്ടലുണ്ട്. നല്ല സീരിയസ് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത്. 82-99-36 TVSന്റെ ഹെവി ഡ്യൂട്ടി വണ്ടിയാണ്. ബൈക്കിൽ 2 ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. 2 യാത്രക്കാരുണ്ടായിരിക്കും. ബൈക്ക് ഓടിച്ച ആളിനാണ് കാലിന് ഗുരുതര പരിക്കെന്ന് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം ഈ ഭാഗത്ത് വെച്ചാണ് വണ്ടി ഇടിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഓയിലും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ഇത്രയും വലത് സൈഡ് കയറിയാണ് ജീപ്പ് വന്നിട്ടുള്ളത്. ഇവിടെ ഇടി കിട്ടിയിട്ടുണ്ട്. ടയറിന്റെ പാട് അവിടെയുണ്ട്. ആ യെല്ലോ ലൈനിൽ കാണുന്ന കറുപ്പ് എന്ന് വെച്ചാൽ ടയർ ഉരഞ്ഞ പാടാണ്. വണ്ടി ഇടത്തോട്ട് തിരിഞ്ഞ് ആ വീടിന്റെ മതിലിൽ ഇടിച്ചിട്ടാന്നുള്ള നിലയിൽ നിന്നിട്ടുണ്ട്. ഈ ടയർ ഉരഞ്ഞ പാടാണ് അവിടെ സീബ്രയിൽ കിടന്നത്. ജസ്റ്റ് മിസ്. മതിൽ തട്ടി നിന്നായിരുന്നു. പോലീസ് ജീപ്പ് ഓടിച്ചിരുന്ന ഡ്രൈവർ മദ്യപിച്ചിരുന്നതായാണ് ആദ്യമെത്തിയ ആൾക്കാരുടെ സംശയം. തുടർന്ന് വെഞ്ഞാട് പോലീസ് എത്തി കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിൽ ഇടിച്ചെന്നുള്ള അവസ്ഥയിലാണ് വണ്ടി നിന്നിട്ടുള്ളത്. ഒരു ടയർ ഇടിച്ച് ഇങ്ങനെ തിരിഞ്ഞുപോയി.